ചിറ്റാരിക്കാൽ വികസന അതോറിറ്റിയുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സാന്ത്വന പരിചരണ രംഗത്ത് പാലിയേറ്റീവ് പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരുമായി ചിറ്റാരിക്കാൽ വികസന അതോറിറ്റിയുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അന്താരാഷ്ട്ര വോളണ്ടിയേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ആശാപ്രവർത്തകരെയും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം നടത്തുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. ആശാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും തിരിതെളിയിച്ച് സംയുക്തമായിട്ടാണ് ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും നിർവഹിച്ചത്. നമ്മുടെ ഇന്നത്തെ ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെയും അന്താരാഷ്ട്ര വോളണ്ടിയേഴ്സ് ഡേയുടെയും അതുപോലെ തന്നെ CDയുടെ ലേബർ ബാങ്കിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മുടെ വേദിയിൽ നടക്കുന്നത്. പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും പരക്കപ്പെടുന്നത് പുതിയ ഒരു ജീവിതത്തിന്റെ പാവങ്ങൾക്കും ഏറ്റവും ദുർബലരായവർക്കും അതിന്റെ പ്രകാശം ലഭിക്കട്ടെ. ചടങ്ങിൽ ചെയർമാൻ TM ജോസ് തയ്യിൽ അധ്യക്ഷത വഹിച്ചു. ഈ പഞ്ചായത്ത് പ്രധാനപ്പെട്ട സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളെയാണ് നിങ്ങൾ ഈ സ്റ്റേജിൽ കാണുന്നത്. അവരെയാണ് മുകളിൽ ഇരുത്തിയിരിക്കുന്നത്, താഴെ ഇരിക്കുന്നത് ഇതിന്റെ ഭാരവാഹികൾ. പക്ഷേ അവരെ നമ്മുടെ മുകളിൽ കയറി ഇരുത്തിയിരിക്കുകയാണ്. കാരണം അവരാണ് ബഹുമാന്യര്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സന്നദ്ധ പ്രവർത്തകരാണ് ഒരുമിച്ച് നമ്മുടെ വാഹനത്തിന്റെ പാലിയേറ്റീവ് കെയറിന്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തുന്നത്. ഈ സന്നദ്ധ പ്രവർത്തകരാണ് നമ്മുടെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സാധാരണ നിങ്ങൾ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടിയുടെയോ മതങ്ങളെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ പൊതു സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവരെയോ സിനിമാ നടിമാരെയോ സിനിമാ നടന്മാരെയോ ഒക്കെയാണ് കാണാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വേദിയിലിരിക്കുന്ന 25 സന്നദ്ധ പ്രവർത്തകരാണ്. P. മുരളീധരൻ സ്വാഗതം പറഞ്ഞു. ജോയിച്ചൻ മച്ചിയാനിക്കൽ, ജോസഫ് വർക്കി, പാലിയേറ്റീവ് ജില്ലാ സെക്രട്ടറി അജയകുമാർ, ബെന്നി കണ്ടത്തിൻകര, ലിൻസി സെബാസ്റ്റ്യൻ, കുട്ടിച്ചൻ കാവുങ്കൽ, തങ്കച്ചൻ കൊല്ലക്കൊമ്പിൽ, രാജു മാത്യു, ഡോക്ടർ കാർത്തിക്, സിറിയക് കളിക്കാട്ടിൽ, സുജ സെബാസ്റ്റ്യൻ, ബിജോയ് അയലുക്കുന്നേൽ, സജീവ് മാത്യു, KC സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. CDയെ നടപ്പിലാക്കുന്ന ലേബർ ബാങ്കിന്റെ ഉദ്ഘാടനവും ചെയർമാൻ നിർവഹിച്ചു. നല്ല രീതിയിൽ ജീവിച്ച് നല്ല ആരോഗ്യത്തോടെ വർഷങ്ങൾ ജീവിച്ച് മരിച്ചവരുണ്ട്. ഒരു കൊച്ചു സംഭവം ഞങ്ങളുടെ ഈ ഒരു ദിവസം കണ്ണൂർ ജില്ലയിലുള്ള 2 മക്കളുടെ മകളുണ്ട്. ഒരു മകളുടെ പോലെയായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് കണ്ണൊട്ടും കാണത്തില്ല. ഈ മകൾ എന്നായിരുന്നു ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് മകളെ നേരത്തെ വീട്ടിലോട്ട് വന്നിട്ട് എനിക്ക് നോക്കാൻ പറ്റില്ല, ആക്കി തരാം. ഒരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്തു. 20,000 ചിലവായി. ഒരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്തു. ഒട്ടും കണ്ണ് കാണാൻ വയ്യാത്ത ആ മകൾക്ക് ഇപ്പോൾ ഒരു കണ്ണിന് കാഴ്ചയായി. അടുത്ത ആഴ്ച മറ്റേ കണ്ണിന് കൂടി ഓപ്പറേഷൻ ചെയ്യും. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ.